നല്ല ഗുയ്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂടെ കൂടുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു കേട്ടോ. കാരണം കട്ടക്ക് വീഡിയോസൊക്കെ കാണും കേട്ടോ. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് കോഴിക്കോട് ബീച്ചിലാണ് ഗൈസ്. അപ്പോൾ ഒന്ന് വന്നത് ഒരു എന്താ പറയുക, ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം എത്തി ബീച്ചിൽ. നമ്മളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു കാര്യം ഞങ്ങൾ ഭയങ്കര ആഗ്രഹമായിരുന്നു. വല്ലാത്തൊരാഗ്രഹമാണ്. അത് സക്സസ് ആവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ദൈവത്തിനോടും എല്ലാവരോടും നന്ദി പറയാനുണ്ടാവും. അപ്പൊ എന്താണ് നിങ്ങൾ വയ്യെ കുടിക്കുക ഗൈസ് കാണാം. ഇപ്പം അങ്ങോട്ട് വന്നിറങ്ങിയിട്ട് കോഴിക്കോട് ബീച്ചിൽ ഇനിയിപ്പം കുറച്ചു നേരം കുറേ കാലമായില്ലേ സൺസെറ്റിന്റെ ടൈമിന് ഞങ്ങൾ ഇതുവരെ ബീച്ചിൽ വന്നില്ല. വന്നിട്ടുണ്ട് കുറേ വട്ടം, പക്ഷെ ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല. കൂടുതൽ ലേറ്റ് ആവും 6:30 ഒക്കെ കഴിയും. ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിലും ലേറ്റ് ആവും. കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പൊ നോക്കാം ഗൈസ് വയ്യെ കൂടി ബാക്കി വിശേഷം. ഇന്നിപ്പം ബീച്ചിൽ എന്താ പറയാ, കുറേ മാറ്റങ്ങൾ എത്തിയിട്ടുണ്ട്. കാണിച്ചു കൊടുക്കാം. മാറ്റങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തോ സംഭവം ഉണ്ട്. ഇരിക്കാനുള്ള സെറ്റപ്പാണ് ഗൈസ്. ഇരിക്കാനായിരിക്കും ഇത്. ഇരിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടാക്കൂടോ? ആ സെറ്റപ്പ് ആയിരിക്കും. അപ്പം കുറച്ചുകൂടി ക്രൗഡ് തിരക്ക് കുറഞ്ഞു. സൂര്യൻ അസ്തമിക്കാനുള്ള ആയിട്ടുണ്ട് ഗൈസ്. തിരക്കില്ലാന്ന് തോന്നുന്നു. തിരക്കുണ്ടോന്ന് അറിയില്ല. വെള്ളം കുടിക്കണം, എന്തെങ്കിലും തണുത്ത വെള്ളം കുടിക്കണം. തൊണ്ട ഒന്നായിട്ട് പറ്റിക്ക്. എന്നാലും കുഴപ്പമില്ല, ഇരുടായി വരുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്. അതിനാണ് വന്നത്. വേറെന്താ ഈ ഒരു മാറ്റമേ ഉള്ളൂ. ഇത് 1, 2 അവിടെ വരെ 2-3 സ്ഥലം. അല്ല ഇനിയിപ്പോൾ വേറെ എന്തോ ആണോന്നും അറിയില്ല. കമ്പൂട്ടെ ഇനിയിപ്പോൾ ഇവിടെ എന്തോ സ്റ്റേജോ കാര്യങ്ങളെന്തോ വരുവാണോന്നും അറിയില്ല. സ്റ്റേജ് ആണോ അറിയില്ല. എന്താ മണ്ണൊക്കെ മണ്ണല്ലത്, മണലാണ്. അർത്ഥത്തിൽ ഇനിയിപ്പോൾ വേറെ എന്താണോ അറിയാം. ഇനിയിപ്പോൾ ഇത് കോരിയിട്ടാണോ അറിയില്ല. സെറ്റ് അറിയോ? എല്ലാവരും അറിയൂ. നിങ്ങൾ എവിടെ സ്ഥലം? തിരുവനന്തപുരം. മെസ്സേജ് ഒന്ന് കാണിച്ചു തരുമോ? ആ നോക്കിയാ ഞങ്ങളെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. ഒരു മെസ്സേജ് നോക്കിയാ. നിങ്ങൾ യെസ്, ഇതാണ് ഞങ്ങളുടെ അക്കൗണ്ട്. മെസ്സേജ് ചെയ്തൊക്കെ എന്താ പേരെന്താ പറയാ? മലപ്പുറം. ഞങ്ങളെല്ലാരും വിളിച്ച് സംസാരിക്കാറുണ്ട്. ഈ ചേട്ടനെ വിളിച്ചേ? വിമില് ഞാനാണ് സംസാരിച്ചത്. ഞങ്ങൾക്ക് ഓർമ്മ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ എന്നിട്ട് ഇവിടെ എന്താ എന്ത് വർക്ക്? ഗൈസ് ആരെങ്കിലും ബീച്ചിൽ വരികയാണെങ്കിൽ ഇതൊക്കെ വാങ്ങി സഹായിക്കണം കേട്ടോ അവരെ. നിങ്ങൾ എത്ര മണി വരെ ഉണ്ടാവും? ഒന്നേ എടുക്കും. അല്ല തൽക്കാലം ഒന്നേ എടുക്കുന്നുള്ളൂ. കാരണം ഞങ്ങൾ കൈ പിടിച്ച് പോകാനാവില്ല. എന്തില്ല, അല്ലെ ഞങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും മേടിക്കും. കാരണം ഞങ്ങളിപ്പം വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതാ, അതുകൊണ്ടാ. ഓക്കെ, ഞങ്ങൾ ഇവിടേക്ക് ഒരാളെ എടുക്കുന്നുണ്ട്. എന്നുണ്ടാവോ നിങ്ങളിവിടെ? നിങ്ങളെവിടെ സ്ഥലം? എവിടെ? കൊയിലാണ്ടിയിലെ നന്ദി ബസാറിലെ. അപ്പോൾ ഇത് ഇവിടെ മാത്രമാണോ അതോ വേറെ എവിടെയെങ്കിലും ഉണ്ടാവാറുണ്ടോ? ഓക്കെ ഗൈസ്, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കടകളൊക്കെ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. തൊട്ടടുത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടിയതാണോന്ന് അറിയില്ല. കൂടിയതാണ്, ഇത്രയൊന്നുമില്ല. കടകൾ കുറച്ചല്ല കൂടിയതല്ലടാ. ഇത് ഇവിടെ അങ്ങനെ തിരിയണ്ട. ബാക്ക് പെട്ടെന്നാക്കുമ്പോൾ സ്റ്റെക്ക് ആവും. അതാണ്. ഇല്ല, സ്റ്റെക്ക് ആകുന്നില്ല. കാരണം നന്നായിട്ട് മണലായി ഗൈസ്. ശോകം ഷൂട്ടാണ്. മാറ്റുണ്ട് കേട്ടോ. മാറ്റുണ്ട്. ഫുൾ അടുത്തടുത്ത് കടകളുണ്ട്. ഇങ്ങനെയൊന്നും ഇല്ലടോ. ഇനിയിപ്പോൾ നമ്മൾ വരായിട്ടാണോ എന്ന് അറിയില്ല. ഒരു പട്ടിക്കുട്ടി ഇതാ ഓടുന്നത്. അപ്പോൾ അവരപ്പുറം ബീച്ചിലാണെന്ന് പറഞ്ഞത്. ഫ്രണ്ടൊക്കെ ഇതിൽ കുറച്ച് ലോങ്ങാണ്. കുറച്ച് ഒരു 1/2 hour നടക്കാനുണ്ട്. അത്രയും ദൂരം നടക്കാൻ. അപ്പം നമ്മളെ ഫ്രണ്ടിൻ്റെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിട്ടാ. മീൻസ് അഖിലാൽ നമ്മളെ ചങ്കിൻ്റെ. അവരെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയില്ല. കാരണം ചിലർക്ക് ഷൈ ആയിരിക്കുമല്ലോ ക്യാമറേൻ്റെ മുന്നിൽ വരാൻ. ആർക്ക് ഷൈ ഒന്നുമില്ല. എന്നാലും ചോദിക്കാതെ പ്രൈവസി ചിലർ പ്രൈവസി ഉണ്ടാവില്ല. അങ്ങനെ
അവരും ടിൻസാണ്. പക്ഷെ അവരെ രണ്ടാളും കണ്ട ടിൻസാണ്. പക്ഷെ ആ ടിൻസ് സിസ്റ്റർ അല്ല കൂടെ ഉള്ളത്. നല്ലോണം മണലുണ്ട്. നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റം. കാരണം ഇതിങ്ങനെ വന്നിട്ട് ഇനി ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ക്രൗഡ് കുറച്ചുകൂടി കൂടും. ഇപ്പം ബീച്ചിലേക്ക് അടുക്കാൻ പറ്റത്തി. സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്. ഗൈസ് ഞങ്ങൾ അവരെ കാണട്ടെ, അവരെ കണ്ടിട്ട് ബാക്കി വിശേഷം. ഓൻ പറഞ്ഞിട്ടിട്ടതാണ് അറിയാം. ഓൻ ഇതന്നെ ഇഷ്ടമാട്ടോ ഗൈസ്. അതിലൊരു പയ്യനുണ്ട്, ഇവന് ഭയങ്കര ഇഷ്ടമായി ഞങ്ങളെ കോസ്റ്റ്യൂം. അതിനെ കൊണ്ട് ഈ കോസ്റ്റ്യൂം ഇട്ടു ഞങ്ങൾ പറഞ്ഞത് ഇവരെ കാണാനാണ്. അപ്പൊ എന്താവും എങ്ങനെയാണെന്ന് വീഡിയോയിൽ പുറകെ വാ. എന്നാ ഒന്ന് വിളിക്കണ്ടേ? എന്താ പേര്? കൊണ്ടോട്ടിയാ. ഇവിടെ വർക്ക് ചെയ്യാം. ഞങ്ങൾ ശ്രദ്ധിച്ച് സോറി കാണാൻ വേണ്ടിട്ട് വേഗം സ്പീഡിൽ വന്നു. ജീന്നോ ഞാൻ ഫോട്ടോ എടുത്തിട്ടാ പാസേ ഒരു വീഡിയോ. അപ്പൊ ബ്രോയുടെ പേരൊന്ന് നമുക്കും കൂടി ഉൾപ്പെടുത്തുന്നു. അല്ലാതെ ഒരാൾ വന്നിട്ട് നിങ്ങൾ പഴയ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുന്ന ആ രീതിയിൽ കിട്ടുക ദൈവികമായ രീതിയിൽ സംഭവിച്ച ഒരു ഫീല്. കാരണം കണ്ണ് തുറക്കാൻ തോന്നില്ല. കാരണം എനിക്ക് പറയാതെ കണ്ണ് തുറക്കാൻ തോന്നില്ല. അപ്പോൾ രണ്ട് പേരുകളും പരസ്പരം അടുത്തേക്ക് വരുന്ന ഒരു മാഗ്നറ്റ് പോലെ രണ്ട് പേരുകളും പരസ്പരം അട്രാക്ട് ചെയ്യും. അടുത്തേക്ക് ഒന്ന് വളരെ ശക്തിയിൽ അടുത്തേക്ക് രണ്ട് മുട്ടിച്ച് വരും. സ്വയം അടുത്ത് മുട്ടിച്ച് വരുമ്പോൾ രണ്ട് പേരും അടുത്തേക്ക് ശക്തി നല്ല ശക്തിയിലൊടി വരുമ്പോൾ കാണാൻ പറ്റുന്നില്ല. സ്ലോലി ക്ലോസ് യുവറായി ഓക്കെ. ഞാനിപ്പോൾ ചെയ്യാം രണ്ട് പേരും പോകുന്നുണ്ടല്ലോ. നല്ല ശക്തിയിൽ നൂലെടുത്ത് നല്ല ചിക്കി നല്ല ടൈറ്റിൽ കിട്ടണം. നല്ല ശക്തിയിൽ നൂലെടുത്ത് നല്ല ടൈറ്റ് രണ്ടും വെള്ളം പരസ്പരം കൂട്ടി നല്ല ടൈറ്റ് ചെയ്ത് കിട്ടുകയാണ്. വയറ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. നല്ല ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഗം എടുക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ഗമ്മാണ്. ആ ശക്തിയുള്ളൊരു പശ ഇതിന് മുകളിൽ ഒഴിക്കുകയാണ്. ആ പശ ഇങ്ങനെ താഴോട്ട് ഒഴുകി വന്ന് വെള്ളത്തിനിടയിലൂടെ ഇറങ്ങുന്നത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ പശയുടെ ചൂട് നിങ്ങൾക്ക് കറക്റ്റ് അനുഭവപ്പെടുന്നുണ്ട്. ആ താഴോട്ട് വന്ന് രണ്ട് വിരലുകളും വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ശക്തി ഒട്ടിപ്പിടിക്കും കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും ഇനി ഇത് വേർപെടുത്താൻ പറ്റില്ല. നിങ്ങൾ വേർപെടുത്താൻ ട്രൈ ചെയ്യും തോറും ഹാർഡായി ഒട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും ഇനി രണ്ട് പേരും വേർപെടുത്താൻ പറ്റില്ല. നിങ്ങൾ എത്ര നമുക്ക് പറ്റില്ല. തോറും ഹാർഡായി ഒട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ പതുക്കെ കണ്ണൊന്ന് ശ്രമിച്ചു നോക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഈ വിരൽ എടുക്കാൻ പറ്റില്ല. ട്രൈ ചെയ്ത് നോക്കും പറ്റുന്നുണ്ടോ? ട്രൈ ചെയ്ത് നോക്കും പറ്റുന്നുണ്ടോ? ഒരിക്കലും പറ്റില്ല. നിങ്ങൾ ശ്രമിക്കുന്നതോറും ഹാർഡായിക്കൊണ്ടേയിരിക്കും. പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി ഞാനൊന്ന് ക്ലാപ്പ് ചെയ്താൽ വിട്ടോ. ഓക്കെ റെഡി? ഓക്കെ കേട്ടോ. സംഭവം സെറ്റല്ലേ? ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഗംഭെടുക്കുക. പക്ഷേ വലിയ ബോട്ടിൽ ഇത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ പശയാണ്. ഇത് ശരീരത്തിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഗമ്മ. ആ പശ എടുത്തിട്ട് ഞാൻ നിങ്ങളുടെ നെറ്റിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വയ്ക്കാം. നെറ്റിൻ്റെ മുകളിലൂടെ രണ്ട് കണ്ണിൻ്റെ മുകളിലൂടെ ആ പശ ഇങ്ങനെ വയ്ക്കാം. ആ പശ താഴോട്ട് ഒഴുകി വന്നിട്ട് നിങ്ങളുടെ കണ്ണിനുള്ളിലേക്ക് ഇറങ്ങിയിട്ട് കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് രണ്ട് കണ്ണുകളും വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ടൈറ്റായി രണ്ട് കണ്ണുകൾ ഒട്ടി പിടിക്കട്ടോ. ലോകത്തിലെ ഏറ്റവും പവർഫുൾ പശയാണ് ഇപ്പോൾ നിങ്ങളുടെ കണ്ണുള്ളത്. നിങ്ങൾ രണ്ട് കണ്ണുകളിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി ഗമ്മെടുക്കുകയാണ്. ഞാൻ വീണ്ടും നെറ്റിക്ക് മുകളിലൂടെ എടുക്കാം. ഓൾറെഡി ഏറെ പശ ഒട്ടിയിട്ടുണ്ട്. വീണ്ടും ഞാൻ നെറ്റിക്ക് മുകളിലൂടെ രണ്ട് കണ്ണ് മുകളിലൂടെ എടുക്കുക. ആ പശ താഴോട്ട് ഒഴുകി വന്ന് വീണ്ടും നിറഞ്ഞു ചെയ്യാം. കണ്ണിന് മുകളിൽ നന്നായിട്ട് ഒട്ടി പിടിക്കട്ടെ. ബാക്കി വശങ്ങളെ
മൂക്കിൻ്റെ ശരീരത്തിൽ താഴോട്ട് ഒഴുകി ഇങ്ങനെ വരുന്നുണ്ട്. ആ പശുവിൻ്റെ രൂക്ഷഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? നല്ല അനുഭവപ്പെടുന്നുണ്ട്. മൂക്കിൽ ആ പശുവിൻ്റെ രൂക്ഷഗന്ധം നിങ്ങൾക്ക് കറക്റ്റ് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളുടെ രണ്ട് കണ്ണിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും ഇനി കണ്ണുറക്കാൻ പറ്റില്ല. നിങ്ങൾ കണ്ണുറക്കാൻ ശ്രമിക്കും തോറും പശുവിലേക്ക് ഇറങ്ങി ഒട്ടിക്കൊണ്ടേയിരിക്കും, ഹാർഡായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഇനി കണ്ണ് തുറക്കാനേ പറ്റില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഇനി കണ്ണുറക്കാൻ പറ്റില്ല. നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ തുറക്കാൻ ട്രൈ തോറും ഹാർഡായി ഒട്ടിക്കൊണ്ടേയിരിക്കും. കണ്ണുറക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് പറ്റില്ല. ഒരു കാരണം നിങ്ങൾ കണ്ണിന് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തോക്കും പശുവിലേക്ക് ഇറങ്ങി ഹാർഡായിക്കൊണ്ടേയിരിക്കും. ട്രൈ ചെയ്തോക്കും പറ്റുന്നുണ്ടോ? ഞാൻ പോട്ടെ, നമ്മൾ പോയട്ടെ. ഇവിടെ നല്ല പൈസ ഒരു പേപ്പർ വിരിച്ചെന്നാലോ? കണ്ണുറക്കാൻ പറ്റുണ്ടോ? കണ്ണ് തുറക്ക്. തുറക്കാൻ ശ്രമിക്കുന്നു. ഞാനെത്ര നോക്കി ഇതൊക്കെ. ഈ ഒരു കണ്ണില്ലേ ചെറുങ്ങനെ വന്നു പക്ഷെ കിട്ടിയില്ല. ഇതിപ്പം തുറന്നിട്ട് ഞാൻ എന്റെ ചീത്ത അറിയാതെ നോക്കിയായി. പറ്റില്ല, തുറക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഫൈൻ. എല്ലാ ശക്തിയും ഗൈസ് നമ്മളിവിടെ ഫൈല് കട്ടാക്കട്ടോ. സക്സസ് ആവുമെന്ന് അറിയില്ല. ഞങ്ങളെ അച്ഛനെ കാണാൻ വേണ്ടി വന്നായി 2-3 വട്ടം ട്രൈ ചെയ്തു ഞങ്ങൾ രണ്ടാൾ കൂടി ഒരുമിച്ച് വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾക്ക് നടന്നില്ല. പക്ഷേ നമ്മൾ ആ ട്രൈ ചെയ്തിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ പോകും. കാരണം അതൊരിക്കലും നമ്മൾ അവരെ എന്താ പറയുക, ഇത് ഫേക്ക് ആണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വരരുത്. ഉള്ളോണം തന്നെ വന്നാൽ മാത്രമേ കിട്ടൂ. കാരണം ഞങ്ങളിപ്പോൾ 2-3 എണ്ണം ചെയ്തു. കാരണം ഞങ്ങൾ പോസിറ്റീവ് എന്നായിട്ടാണ് നിന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെ ഫാദറിനെ കാണാൻ പറ്റുന്നില്ല. കാരണം അതിയായി ആഗ്രഹിച്ചുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. രണ്ടാം കൂടി അതും പറഞ്ഞ് വന്നിട്ടായി. കൂടുതൽ അത് തന്നെ തോട്ട് വന്നിട്ട് കിട്ടായിട്ടാണ്. ബ്രദർ ഞങ്ങൾ രണ്ടാം കൂടി ഒരുമിച്ച് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുമില്ല ഇവർ. ഞങ്ങൾ രണ്ടാം കൂടി ഒരുമിച്ച് ആദ്യമായിട്ടാണ് മൂപ്പർ ചെയ്തു നോക്കിയത്. പക്ഷേ അതിൽ കിട്ടിയില്ല. ബ്രദറിന് ഒന്ന് സെറ്റായി വന്നായിരുന്നു. ഇപ്പം ബ്രദറിനെ തന്നെ ഒന്നുകൂടിയും സെറ്റാക്കുകയാണ്. നോക്കാം ഗൈസ് അങ്ങനെയുണ്ട്. വേറെന്തോന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ കൂടുന്നുണ്ട് കേട്ടോ ഗൈസ്. സംഭവം ഇത് വല്ലാത്തൊരിതാ. കാരണം എന്താ പറയുക, നമുക്ക് അത് കിട്ടിയില്ലെങ്കിൽ അവർക്കും ഒരു ഫീൽ ആയാൽ അതും ഒരു പ്രശ്നമാണ്. കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? സിനിമ നടന്മാരോ അത് ഓനോട് നീ ചോദിക്കാത്ത അവൻ്റെ മുന്നിൽ കൊണ്ടുവരാമല്ലോ നമുക്ക്. മോനെ മമ്മൂക്കനെ ഇഷ്ടമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ വേറെ ആരാപ്പോൾ ഇഷ്ടം? മമ്മൂക്കനെ. ഗൈസ് സക്സസ് ആവുമെന്ന് അറിയില്ല. ആൾക്കാർ കൂടുന്നുണ്ട് കേട്ടോ. സക്സസ് ആയാൽ സെറ്റാണ്. എനിക്ക് വന്നാൽ ഞാൻ അവനും കൂടി ആകുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത, എനിക്ക് ഭയങ്കര ഷൈയും കൂടിയാട്ടാ. മീൻസ് അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ കൂടി. സക്സസ് ആയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറിക്കട്ടെ. കാരണം സക്സസ് ആയ ഉറപ്പാണ്. ഭയങ്കര കരച്ചിലാവും കരയൂ. മീൻസ് സക്സസ് ആകുമെന്ന് അറിയത്തില്ല. കണ്ണ് തുറന്ന് സക്സസ് ആയാൽ നോക്കട്ടെ. ഞാൻ ലാസ്റ്റ് കണ്ടിട്ടാണ് അച്ഛനെ പറ്റിയത്. ഓനെ കാണാത്ത ഓന് കിട്ടും.
ഹാപ്പി ആണെന്ന് പറഞ്ഞാലും എടുക്കില്ല. അത് മാത്രം ആരും കേൾക്കില്ല. ഹാപ്പി ആയിട്ട് കാണുന്നുണ്ടോ? അമ്പൂട്ടാന്ന് വെച്ചത് നമ്മുടെ എനിക്കറിയില്ല കേട്ടോ, നമ്മുടെ എനിക്കറിയില്ല. നമ്മുടെ ഹാപ്പി ആയിരിക്കും. നമ്മുടെ എനിക്കറിയില്ല കേട്ടോ. അത്ര ഹാപ്പി ആയിരിക്കും. എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. നമ്മുടെ എനിക്കറിയില്ല. എനിക്കറിയില്ല. ഇനി ഹാപ്പി ആയിരിക്കും. ഹാപ്പി ആയിരിക്കും. അച്ഛൻ ഇവിടെ അടുത്തുണ്ട് കേട്ടോ. അമ്പൂട്ടാ അച്ഛനോട് സംസാരിക്കോ? അല്ലോട് സംസാരിക്കടോ. ഓകാരി ജാകാരിങ്ങ് പോകാതാ. ഞാനൊന്ന് ക്ലാപ്പ് ചെയ്ത് ആരെ ഒന്നിലാണ് മൈക്കൂടെ അത് പോയിട്ടോ. എന്റെ കയ്യിലേക്ക് നോക്ക്. ഹാപ്പി ആവും. എന്റെ കയ്യിലേക്ക് നോക്ക്. ഒന്ന് സ്നാപ്പ് ചെയ്യാൻ നല്ല ഡീപ്പിലേക്ക് പോകും. അതിന്റെ കയ്യിലേക്ക് അഗാധമായ ഉറപ്പിലേക്ക് പോവാണ്. ഈ ഉറക്കുന്നുണ്ടെങ്കിൽ ബ്രോ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. ഓക്കല്ലേ? ഇവിടെ ഞാനുണ്ട് ഇങ്ങോട്ട് ഇതേ തടഞ്ഞേക്കൂടെ നീ ആരംഭിച്ച് ഞാൻ നോക്കാക്കിയ പറ്റുന്നില്ല. കാരണം സംസാരിച്ചൂടായോ പറയാൻ. താങ്ക് യു. ഞാൻ ഇക്കില്ലേ, ഞാൻ അച്ഛൻ മരിക്കുന്നതിൻ്റെ ആ സമയം വരെ ഞാൻ ഉണ്ടായി അച്ഛൻ്റെ കൂടെ. പക്ഷേ എനിക്ക് എത്ര ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടും, കാരണം മൂന്ന് വർഷമായിട്ടല്ലേ ഉള്ളൂ എനിക്ക് കാണാൻ പറ്റിയും. പക്ഷേ ഇവൻ അച്ഛനെ കാണുന്ന സമയത്ത് അച്ഛന് ECG അവിടെ കിടക്കുന്നിടത്ത് നിന്ന് 2-3 ആളെ ഹൈറ്റിൽ പൊന്തിയതാണ്. അപ്പോൾ അത്രത്തോളം ഇവൻ ആ മൈൻഡ് കിട്ടുന്നുണ്ട്. നേരത്തെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് അവന് തന്നെ നോക്കിയാണ്. ഗൈസ് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. ഇവരെ ഞങ്ങൾ വിളിച്ച് ഞങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ആളാണ്. കാരണം ഇതൊരാരും ചെക്ക് ചെയ്യാൻ വേണ്ടി വരരുത്. ഇവിടെ വരെ ഞാൻ കണ്ടു, ബാക്കി കാണാൻ വേണ്ട സംസാരം ഒന്നും ഇല്ലടാ. ലൈഫ് ഹാപ്പി ആയിട്ട് അച്ഛനെ കാണാൻ ഞാൻ എല്ലാവരോടും പറയും. അച്ഛനെ കാണുന്ന സമയത്ത് ആ സാക്ഷ്യം മാത്രം ആരും എടുക്കില്ല. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ കേൾക്കും. അത് മാത്രം കാരണം നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് സന്തോഷത്തോടെ നമുക്ക് ഇരിക്കാൻ ആദ്യം കരച്ചില വരിക. പക്ഷെ പിന്നെ പലരും ചോദിക്കണ്ടേ ഇത് ഈ സങ്കടം പിന്നെ ലൈഫ് ലോങ് ഉണ്ടാവും, അങ്ങനൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ, ഇവന്റെ ഈ പൊട്ടിക്കരച്ചിൽ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഇവൻ എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നു. എനിക്കും കരച്ചിൽ വരും. പിന്നെ ഒന്നാമത് ഇവൻ കരഞ്ഞാൽ ഞാനും കരയും. വെറുതെ എന്തിനാ ഒരു ക്ലീഷ് ആക്കുന്ന വെച്ചിട്ട് ഞാൻ മാറിയത്. ഞാൻ അതല്ല ഓൻ്റെ അടുത്ത് നിൽക്കാത്ത. പിന്നെ ഞങ്ങൾ അപ്പോൾ ആൾക്കാർ എന്താ പറയുക, ഓൻ കണ്ടില്ല പിന്നെ ഓൻ തിന് കരയാന്ന്. ഇവൻ കരഞ്ഞാൽ ഞാൻ കരഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മാറിക്കുന്നത്. താങ്ക് യു. നിനക്ക് കാണിച്ചെടുത്തിട്ട് ഇനിയിപ്പോ ആൾക്കാർ പറയൂലേ ഓല് റീലൊക്കെ ചെയ്യുന്നതാണ് ഇത് മനഃപൂർവ്വം കരഞ്ഞാന്നാരും പറയൂല. അല്ല അതന്നെ ഞാൻ പറയാം. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഞാൻ വരാൻ പറയുന്നത് പെട്ടെന്ന് ഇതിലേ പോകുന്നുണ്ട്. കണ്ണ് തുറക്കുന്നുള്ള അപ്പൊ നമ്മള് സ്റ്റെക്കായി പോവാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ വെള്ളം കുടിക്കുകയാണ്. ഗൈസ് ബ്രദർ ഏകദേശം ക്ഷീണിച്ചിട്ടുണ്ട്. നല്ലൊരു ക്ഷീണം അവനുണ്ടായിട്ടുണ്ട്. കരഞ്ഞു നന്നായിട്ട് നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഞങ്ങളിപ്പം സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾ ഇവരോട് യാത്ര പറയാണ്. താങ്ക് യു. രണ്ടാളോട് ഇവരോടാണ് സ്പെഷ്യൽ താങ്ക് യു പറയാനുള്ളത്. അതിന് നമ്മളിവിടേക്ക് എത്തിച്ചേരാ. രണ്ടാളും കൂടി ഇവരെ കണക്ട് ചെയ്തു, പിന്നെ ഇവരെ കണക്ട് ചെയ്തു, പിന്നെ ഇവരെ കണക്ട് ചെയ്തു, പിന്നെ രണ്ടാളും കൂടി ഉണ്ട്. അവർ പോയി. അവരോട് ചോദിച്ചു കേട്ടോ. വരൂല്ലേ? അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളെ വയനാട്ടിലുള്ള നമ്മളെ ബ്രദറിനെ കണ്ടിന് കേട്ടോ. അപ്പോൾ അവനോട് സംസാരിച്ചു. അപ്പോൾ അത് ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. എന്താ ഗൈസ് രാത്രി അവൻ അവൻ്റെ കാമുകിയായിട്ട് വന്നതാണ്. അപ്പോൾ പ്രൈവസി നമുക്ക് എപ്പോഴും
ഇതാണല്ലോ കൂടുതലും വിമി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി. ഈ ഒരു കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ ലൈറ്റാണ്. ഈ കടയും ലൈറ്റും ഒരു വല്ലാത്തൊരു ഭംഗിയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ സമയം 8 മണിയാവാൻ പോകുന്നു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളിതാ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒന്നാമത് നമ്മൾ വിചാരിച്ച കാര്യം സാധിച്ചു. കാരണം രണ്ടാളും കൂടി ചെയ്യണം വിചാരിച്ചു, പക്ഷെ അത് നടന്നില്ല. ഒരാളെ കാരണം ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് നോക്കിയിരുന്നു. പക്ഷെ ഇവര് ഭയങ്കര ഡൗട്ടാ പല കാര്യങ്ങളും അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ. പക്ഷെ നമ്മൾ ഫുൾ കൺട്രോള് അവരെ എടുത്ത് നമ്മളെ കിട്ടണം. എന്നാലേ അവർക്ക് അത് ചെയ്താൽ തന്നെ നമുക്കും അത് കോൺസെൻട്രേഷൻ അത്രത്തോളം വേണം ഈ ഒരു കാര്യത്തിന്. എനിക്കാണെങ്കിൽ രണ്ടാം കൂടി ആകുമ്പോൾ എനിക്ക് തീരെ അതിലേക്ക് എത്തിപ്പെടാൻ. പക്ഷെ വേറെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് എന്നെ മാറ്റി നിർത്തി കുറേ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒക്കെ സെറ്റായിരുന്നു. പേരൊക്കെ മറന്നുപോയതും മീൻസ് എന്നോട് പേര് മറന്നില്ല അതൊക്കെ വല്ലാതെ. പക്ഷെ നമ്മളെ മനസ്സിലുണ്ട്, പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്നില്ല. സത്യമാണ്. കാരണം നമ്മൾ ഇതൊരു കള്ളമാണെന്ന് വിചാരിച്ചിട്ട് പോരുത്. കാരണം അവരെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോരുത്. കാരണം നമ്മൾ അവർക്ക് നമ്മളെ മനസ്സ് കൊടുക്കണം, എന്നാലും നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ല വൈബ്. സത്യം പറയണ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം റിയലി ഭയങ്കര എന്തോ ഒരു. എവിടെങ്കിലും ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ മീൻസ് ബീച്ച് സൈഡിലൊക്കെ ആൾക്കാരുണ്ട്, ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് മസ്റ്റ് ആയിട്ട്. പക്ഷെ മൈൻഡാണ് നമ്മുടെ മൈൻഡ് ശരിക്കും എല്ലാവരും മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പൊ കൂടെ കൂടിക്കോ.